ജർമ്മനിയിൽ പാർട്ടികൾ നിങ്ങൾക്ക് പഠിക്കാൻ പണം തരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? എങ്കിൽ ഇത് കേട്ടോളൂ. ജർമ്മനിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവരുടേതായ ഫൗണ്ടേഷനുകളുണ്ട്. ഈ ഫൗണ്ടേഷനുകൾ വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ വിദേശ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഏതൊക്കെ പാർട്ടികൾക്ക് ഏതൊക്കെ ഫൗണ്ടേഷനുകളുണ്ട്, ആ ഫൗണ്ടേഷനുകൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിലൊരു കള്ളത്തരവും ഇല്ല. എല്ലാ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജർമ്മനിയിലെ നിയമം അനുസരിച്ചിട്ട് 5% പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ ആ പാർട്ടിക്ക് പബ്ലിക് ഫണ്ട്, അവരുടെ ഫൗണ്ടേഷനുകൾ നടത്താനൊക്കെ ആയിട്ട് പബ്ലിക് ഫണ്ടുകൾ ലഭിക്കും. ആ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റോസ ലക്സംബർഗ് ഫൗണ്ടേഷനാണ്. ഇത് ജർമ്മനിയിലെ ഇടത് നേതാവും അതുപോലെ തന്നെ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള എഴുത്തുകാരിയൊക്കെ ആയിട്ടുള്ള, പിന്നീട് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള റോസ ലക്സംബർഗിൻ്റെ പേരിലാണ് ഈ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നത്. ഇവർ MA, PhD എന്നീ കോഴ്സുകൾക്ക് സ്കോളർഷിപ്പ് സഹായം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ MAക്കാണെങ്കിൽ ആദ്യ വർഷത്തിന് ശേഷമാണ് നമുക്ക് അതിനുള്ള അർഹത വരിക. PhDക്കാണെങ്കിൽ ഓൾറെഡി നമുക്കിവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം കിട്ടിയാൽ മതി. B2 ലെവലിലുള്ള ജർമ്മൻ പരിജ്ഞാനം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രവുമായിട്ട്, അപ്പം അവർക്ക് കൊടി പിടിക്കാൻ പോകണമെന്നല്ല അതിനർത്ഥം, മറിച്ച് നിങ്ങൾ സ്ത്രീയാണോ, അതോ നിങ്ങൾ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, അതായത് സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽ പെടുന്നവരാണ്, ഇപ്പോൾ കുടിയേറ്റ ജനതകളായ നമ്മളെപ്പോലുള്ള മലയാളികളെപ്പോലുള്ളവർ, ഇന്ത്യക്കാർ ഒക്കെ ഇതിന് അർഹരാണ്. അപ്പം അതുപോലെ തന്നെ ഡൽഹിയിൽ ഇവർക്ക് ഒരു ഓഫീസും വർക്ക് ചെയ്യുന്നുണ്ട്. ഗോട്ടിഞ്ചൻ യൂണിവേഴ്സിറ്റിയിലുള്ള MA ഈ മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസിന് ഇവർ കൂടുതലായി സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന വർക്ക് ഷോപ്പുകൾ, അതുപോലെ തന്നെ ഇവരുടെ ഗൈഡൻസുകൾ, അതൊക്കെ കിട്ടാനും ഈ ഒരു വലിയ വിശാലമായിട്ടുള്ള ഇവരുടെ ഈ ഫൗണ്ടേഷനിലെ സ്കോളർഷിപ്പുകളിലൂടെ നമുക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അടുത്തത് ഗ്രീൻ പാർട്ടിയുടെ ഹെൻറിച്ച് ബോൾ ഫൗണ്ടേഷനാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗ്രീൻ പാർട്ടി കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം, അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ജീവിത രീതികൾ, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ് ഗ്രീൻ പാർട്ടി. അപ്പോൾ ഗ്രീൻ പാർട്ടിയുടെ ഫൗണ്ടേഷനും അങ്ങനെയുള്ള, ഇപ്പോൾ സസ്റ്റൈനബിലിറ്റിയിലൊക്കെ റിസർച്ച് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ അത് കിട്ടുന്നു. അത് മാത്രമല്ല, കുടിയേറ്റക്കാർ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള കുടിയേറ്റക്കാർക്ക് ഇത് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. ഇതിൽ PhD ഇല്ല, മാസ്റ്റേഴ്സിൽ പഠിക്കുന്ന, മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് 2ാം കൊല്ലം മുതലല്ല, ആദ്യത്തെ വർഷം തന്നെ നമുക്ക് ഹെൻറിച്ച് ബോൾ ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഫെഡറിച്ച് നൗമൻ ഫൗണ്ടേഷനാണ്. ഇത് നമ്മുടെ FDP, കൂടുതൽ ലിബറൽ ആശയങ്ങളെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണ് FDP. അവർ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രജ്ഞനായിട്ടുള്ള ഫ്രെഡറിക് നൗമൻ്റെ ആദർശങ്ങളെ പിന്തുടരുന്ന ഒരു ഫൗണ്ടേഷനാണ്. അതിൽ കൂടുതൽ ജനാധിപത്യ രാഷ്ട്രീയ അവബോധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ കൂടുതൽ സഹായം കൊടുക്കുന്നത്. അടുത്തത് കോണാഡ് അഡ്വാനർ ഫൗണ്ടേഷനാണ്. അത് ശരിക്കും CDU, ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി, അവരുടെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പം അവരും ഈ തരത്തിലുള്ള ഒരുപാട് സഹായങ്ങൾ, സ്കോളർഷിപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ CDUൻ്റെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സിസ്റ്റർ പാർട്ടിയാണ് CSU. അപ്പോൾ ഈ CSUയിലും ഒരു ഫൗണ്ടേഷനുണ്ട്. അത് ഹാൻസ് സീഡൽ ഫൗണ്ടേഷൻ എന്നാണ്.
അവരും ഇതുപോലെ തന്നെ ലിബറൽ ആശയങ്ങൾ, കൂടുതൽ ജനാധിപത്യം, അത്തരം ആശയങ്ങൾക്കെല്ലാം ആ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുകയും അതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകൾക്ക് ഈ തരത്തിലുള്ള സ്കോളർഷിപ്പുകളെല്ലാം കൊടുക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് മാത്രമല്ല കേട്ടോ, ഫൗണ്ടേഷന് ഒരുപാട് പരിപാടികളുണ്ട്. സ്കോളർഷിപ്പ് അതിനകത്ത് ഒരു പരിപാടി മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഈ അതുപോലെ തന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഈ ശിഷ്യകൾക്ക് മാത്രമല്ല, ഇപ്പം പുതുതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഇവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളിലെ AFDക്കും ഫൗണ്ടേഷനുണ്ട്. എന്തായാലും അവർക്ക് ഫൗണ്ടേഷന് പൈസ കൊടുക്കുന്നത് ഏതായാലും പാർലമെൻറ്റ് അധികം കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഇവിടുത്തെ ഭരണഘടനയും അതുപോലെ തന്നെ കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ട് അതിനകത്ത്. പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ യൂറോപ്പിൻ്റെ രാഷ്ട്രീയം മാറി മറിയുന്ന സാഹചര്യത്തിൽ തീവ്ര വലതുപക്ഷ ആളുകളുടെ ഫൗണ്ടേഷനും സ്കോളർഷിപ്പുകളൊക്കെ കൊടുത്തേക്കാം. അത് പക്ഷേ നമുക്ക് കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും CSUവിൻ്റെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഡീലിംഗയുടെ റോസ ലക്സംബർഗ് ഫൗണ്ടേഷനൊക്കെയാണ് നമ്മളായിട്ട് കൂടുതൽ ഇന്ത്യക്കാർക്കൊക്കെ സ്കോളർഷിപ്പ് കൂടുതൽ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതല്ല മറിച്ച് മറ്റ് ഫൗണ്ടേഷനുകളൊക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. താങ്ക് യു.